കേരളത്തിൻ്റെ ഉള്ളിൽ വെച്ച ഈ ഉരുൾപൊട്ടൽ എന്ന മഹാദുരന്തത്തിന് 5-ാം ദിവസമായി. ഉറ്റവരെ തേടി അലയുകയാണ് ബന്ധുക്കൾ. ആശുപത്രിക്ക് മുന്നിലും ക്യാമ്പുകളിലുമെല്ലാം നിറമിഴിയോടെ ഉറ്റവരെ തിരയുന്നവർ ആരുടെയും നെഞ്ചുലയ്ക്കും. അനുജനും ഭാര്യയും 3 മക്കൾ പോയി. പിന്നെ മോളെ വീട് നമ്മളെ കുട്ടികളൊക്കെ തലയിൽ മണ്ണിടാനായിട്ട് എത്ര എണ്ണത്തിന് മറവ് ഇതറിയാണ്. 2-3 ദിവസമായിട്ട് ഒരു കിട്ടുന്നൊക്കെ അനുജനെ, പെങ്ങളെ, അനുജന്റെ കുട്ടികളെ. നിശൂന്യത മരണപ്പറമ്പായി മാറിയ മുണ്ടക്കയിലും ചൂരൽമലയിലും അവശേഷിക്കുന്ന ചെളിയിലും പാറക്കല്ലുകൾക്കിടയിലുമൊക്കെ ഉറ്റവരെ തിരയുകയാണിവർ. രക്ഷപ്പെട്ടവരാണ് ഞങ്ങൾ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ചൂരൽമല മൊത്തം പോയി, ഒന്നും കാണുന്നില്ല, ഞങ്ങൾ വീടൊക്കെ പോയിന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ സങ്കടമായത്. സാറേ, ഒന്നും ചെയ്യാത്തതിന് 6 മാസം പോലും ആയിട്ടില്ല. വീട് വെച്ചിട്ട്, വീട് കൂടി അത്രയും നല്ല രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീട് വെച്ചത്, കടകളൊക്കെ വാങ്ങിയിട്ട്. നിസ്സഹായതയാണ് ഈ മുഖങ്ങളിലെല്ലാം. പറയാനുള്ളത് ഉള്ളു പൊള്ളുന്ന കഥകൾ. ചേട്ടാ, ഈ ചിത്രങ്ങളൊക്കെ ആരുടേതാണ്? എന്താണ് ഇവിടെ സംഭവിച്ചത്? അവർക്ക് എന്താ പറ്റി എന്നുള്ള എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടോ? അവരില്ല. ഇപ്പോൾ അവരില്ല. അവര് ഏട്ടനും ഏട്ടത്തിയമ്മയും 2 മക്കളും എൻ്റെ അമ്മയും. അതിജീവിച്ചവർക്ക് ഇനിയുള്ള അതിജീവനം എങ്ങനെയെന്നറിയില്ല. ജീവിച്ചു കൊതിതീരും മുന്നേ കൈവിട്ടു പോയവരെ തിരയുകയാണിവർ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. സ്വന്തം സ്കൂളും കൂട്ടുകാരും ഉരുൾപൊട്ടലിൽ ഇല്ലാതായി. വെള്ളാർമല സ്കൂളിലെ 7-ാം ക്ലാസ്സുകാരി ഹനൂഫ് ആകെ തളർന്നു. രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ സ്വന്തം നാട്ടിൽ നിത്യകാഴ്ചയായി. കൂട്ടുകാരെ തിരയുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നായി. അച്ഛൻ സുലൈമാൻ കൂടി കരുത്തു പകർന്നതോടെ ഹനൂഫിൻ്റെ ചായയുടെ മധുരം നുണയാതെ നീലിക്കാപ്പ കടന്ന് ആർക്കും പോകാൻ കഴിയില്ല. കൂട്ടുകാരികളെ ഉരുളെടുക്കുക, ഉള്ളുലഞ്ഞ് മുറിയിലേക്കൊതുങ്ങുക. ആരും അങ്ങനെയായി പോകും. കാരണം ഇന്ന് പാറക്കൂട്ടങ്ങളും മൺകൂനകളും നിറഞ്ഞ സ്കൂൾ മുറ്റം അവരുടേത് മാത്രമായ ഒരു കാലമുണ്ടായിരുന്നു. സ്കൂൾ ഓർക്കുമ്പോൾ ഫസ്റ്റ് ഓർക്കുന്ന ഞങ്ങൾ തങ്കവൻ ടീച്ചർ പറഞ്ഞ ടീച്ചറുണ്ട്. ടീച്ചറാണ് ഞാൻ ഈ സ്കൂൾക്ക് വന്നപ്പോൾ ഫസ്റ്റ് ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, പൂവിൻ്റെ മരം. ആ മരത്തിൻ്റെ അവിടെ പോയിരുന്ന് കൽപ്പിച്ചോ അങ്ങനെ. ഇന്നൊന്നുമില്ല. പ്രകൃതി എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി. വീണുപോയിടത്ത് നിന്ന് അവൾ സ്വയം വീണ്ടെടുക്കുകയാണ്. ആരൊക്കെ ഇനി കൂടെ ഉണ്ടാകുമെന്ന് പോലും നിശ്ചയമില്ലെങ്കിലും. ചിലവരെടുക്കുന്നില്ല. എന്താണിപ്പോൾ ഫോൺ ഇല്ലാത്തതുകൊണ്ടാണോ ഇനിയിപ്പോൾ വേറെന്താണെന്ന് അറിഞ്ഞൂടാ. കുറേ പേരെ കിട്ടി. കൂട്ടുകാരെ കണ്ടെത്താൻ പാടുപെടുന്നവർക്ക് നനുത്ത അന്തരീക്ഷത്തിൽ തന്നാലാവുന്ന വിധം ചൂട് പകരണം. അത് ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനെ തരാൻ വന്നിട്ടുള്ള ഒരുപാട് പേരില്ല. അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് എടുത്തത്. ഇതാണ് നമ്മുടെ കേരളം. കഥകളൊന്നും ആർക്കും അറിയില്ല. എല്ലാം ഉള്ളിലൊതുക്കിയിട്ടുണ്ട് ഹനൂഫ്. അച്ഛൻ സുലൈമാനോട് ചോദിക്കാതിരിക്കാനായില്ല, അവൾ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ അവളെ മൈൻഡ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അല്ല, ഇങ്ങനെ മിണ്ടാതെ കിടക്കുക, ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇതൊക്കെ കാരണമ്പോൾ ഞാൻ ഒന്ന് ആക്ടിവേറ്റ് അതാ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരികൾ എല്ലാവരും ഉണ്ടെന്ന് പറയും. അപ്പോൾ TV, ഫേസ്ബുക്ക്, മൊബൈൽ എടുത്തിട്ട് നോക്കും. അപ്പോഴാണ് ഇവർ കാണിച്ചു തരുമ്പോൾ നമുക്കറിയുന്നത് ഇവിടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ ആ മൈൻഡൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അച്ഛനൊരു സല്യൂട്ട് എന്ന് പറയണമെന്ന് തോന്നി. സ്വന്തം കൂട്ടുകാർ ഉൾപ്പെടെ നഷ്ടപ്പെട്ട വേദനയിൽ ഉള്ളുലഞ്ഞു നിൽക്കുമ്പോഴും അയാളൊരു മാതൃകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനുവിനൊപ്പം ദീപക് മലയമ്മ, റിപ്പോർട്ടർ, വയനാട്. ഹനൂഫിൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒരു കടലാഴമുള്ള സങ്കടം. ആ സങ്കടക്കരയിൽ തങ്ങളുടെ കൂട്ടുകാരികളെ തേടാൻ വന്ന മനുഷ്യർക്ക് ചൂട് ചായയും
ബിസ്ക്കറ്റുമായിട്ട് അവൾ നിൽപ്പാണ്. ചോദ്യത്തിന് മറുപടിയായി ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരെ തിരയാമെന്നവരല്ലേ, അവർക്ക് ചൂട് കൊടുക്കണ്ടേ, വെള്ളം കൊടുക്കണ്ടേ എന്നാണ് ഹനൂഫയുടെ ചോദ്യം. ഹനൂഫയുടെയൊക്കെ ഈ ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതല്ലെങ്കിൽ മറ്റുള്ള വഴികളിലുമെല്ലാം നമ്മൾ കൈയച്ച് സഹായിക്കണം. അവിടെ കുടുങ്ങിപ്പോയത് ഹനൂഫയെ പോലെയുള്ള മനുഷ്യരുടെ കൂട്ടുകാരാണ്. ആ കുഞ്ഞിൻ്റെ കണ്ണിലുള്ള കടലാഴം നമുക്ക് നീന്തിയേ മതിയാകൂ. ആ കുഞ്ഞിനെ നമുക്ക് തിരികെ കാഴ്ചയുടെ വസന്തത്തിലേക്ക്, മറ്റൊരു സുഹൃത് വലയത്തിലേക്ക് കൊണ്ടുവരണം. പോയവർ പോയി.